2024 വരവേൽക്കാനുള്ള ഒരുക്കം തന്നെയാണ് വാർത്തകളിൽ പ്രധാനം. തെക്കൻ കേരളത്തിലും തലസ്ഥാന നഗരവും ഈ വാർത്തകൾ തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം ബീച്ചിൽ വൈകിട്ട് മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. പോലീസിന്റെ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. 2023 തിരുവനന്തപുരം നഗരവാസികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി ഒരു ഘട്ടത്തിൽ പരിശോധിക്കാം. ഇതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നത്. ചന്തു, ഗുഡ് മോർണിംഗ്. അത് തന്നെ ഒരു പുതുവർഷ ആശംസകൾ അറിയിക്കുകയാണ്. 2023 പിന്നിടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. 2024 എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നാം എല്ലാവരും. പ്രത്യേകിച്ച് തലസ്ഥാനവാസികൾ, തലസ്ഥാന നഗരം വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന ആഘോഷ പരിപാടികൾ? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. കെ.പി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സ്വാമിമാർ ദർശനത്തിന്, പത്മനാഭസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. മാത്രമല്ല ഒരു ടൂറിസം സീസണാണ്. അപ്പോൾ ലോക പട്ടികയിൽ തന്നെ, ടൂറിസം പട്ടികയിൽ തന്നെ ഉൾപ്പെട്ട ഒരു സ്ഥലം കൂടി, ഒരു പുണ്യസ്ഥലം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും ഒക്കെ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ട്. ഞായറാഴ്ചയായതിൻ്റെ തിരക്കുണ്ട്. ഇന്ന് അവസാന ദിനം കൂടിയാണ്, ഈ വർഷത്തിൻ്റെ അവസാന ദിനം കൂടിയാണ്. അപ്പോൾ ഒരു ശുഭ ദിനമാകാൻ വേണ്ടി പത്മനാഭസ്വാമിയെ ദർശിച്ച് മടങ്ങുന്ന ഭക്തർ നിരവധി പേരുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവത്സരത്തെ വരവേൽക്കാൻ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ കോവളമാണ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. അവിടെയാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ടൂറിസം ആഘോഷങ്ങൾ നടക്കാറുള്ളത്. പതിവ് പോലെ തന്നെ ഇന്നും വൈകിട്ട് 4 മണി മുതൽ തന്നെ ടൂറിസം കേന്ദ്രമായ കോവളം സജീവമാകും. കോവളത്ത് വൈകിട്ട് 4 മണിക്ക് ഘോഷയാത്ര, ടൂറിസം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, അതായത് ടൂറിസ്റ്റുകളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രിയോട് കൂടി തന്നെ പ്രധാന ഹോട്ടലുകളും അങ്ങനെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കോവളത്ത് മാത്രം 300ഓളം പോലീസുകാരെ സജ്ജരാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു സുരക്ഷ തന്നെ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് പോലീസ്. പുതുവത്സരം ഭംഗിയായി തന്നെ ഈ പുതുവത്സര രാത്രി കടന്നു പോകാനും നാളെ ഒരു ശുഭദിനത്തെ വരവേൽക്കാനും വേണ്ടിയിട്ടുള്ള പോലീസ് സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരവാസികൾക്ക് ഈ ഒരു വർഷം 2023 കടന്നു പോകുമ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടി പരിശോധിക്കാം. നമുക്ക് ഇവിടെ ഒത്തിരി ആൾക്കാർ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു 2023. ചേട്ടാ, ഇന്ന് 2023 അവസാനിക്കുകയാണ്. ഈ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം പൊതുവെ നമ്മുടെ ഭരണം വളരെ മോശമായിരുന്നു. അതിന്റെ പ്രതിഫലനം എല്ലാവരും കിട്ടി. ഇതിൽ കൂടുതൽ എന്ത് പറയാം, ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടായിരുന്നു. മനുഷ്യനെ ദ്രോഹിക്കുക, സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടാണോ അതോ ബുദ്ധിമുട്ടിക്കാന്നുള്ള മാക്സിമം ബുദ്ധിമുട്ടിച്ചില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യും? റോഡുകളായിരുന്നാലും എവിടെയെങ്കിലും ഒരു വാഹനം നേരെ പോകാം. റോഡെല്ലാം വെട്ടി പൊളിച്ച് തള്ളിക്കുകയും കുഴിക്കാൻ അറിയാം, അടയ്ക്കാൻ അറിഞ്ഞു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുഴിപ്പ് നടപ്പുണ്ട് എല്ലായിടവും. പുള്ളിക്ക് ഇരുന്ന് കറങ്ങണ കസേരയിൽ പോവാം, നമ്മളെ പോലെയുള്ള നട്ടല്ലൊടിയും. അതാണ് എൻ്റെ. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ വർഷങ്ങളായി ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരെ ഒരു വലിയ വിമർശനമാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരോക്ഷ വിമർശനമൊക്കെയാണ് നടത്തിയത്. റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ നിരവധി വിമർശനങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നുണ്ട്. സർക്കാരിന്റെ ഭരണ കോട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണ പരാജയങ്ങൾ, കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനങ്ങൾ, സാമ്പത്തിക മേഖലയിലൊക്കെ നടത്തിയ കാര്യക്ഷമമില്ലാത്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് പൊതുവിൽ വിമർശനങ്ങൾ ഉയർന്നത്. അതിന് ഒപ്പം തന്നെ അഴിമതി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്ന് വന്നിട്ടുണ്ട്. എന്തായാലും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു 2023 കൂടിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത്. എന്തായാലും 2024 വലിയ പ്രതീക്ഷയോട് തന്നെയാണ് കാണുന്നത്. ചേട്ടാ, 2023 എങ്ങനെയുണ്ട്? 2023 കുഴപ്പമില്ലാതെ അങ്ങനെ പോണെന്നേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. വലിയ മെച്ചമില്ല. അപ്പൊ 2023 മെച്ചമില്ല. എന്താ മെച്ചമില്ലാത്ത? സന്തോഷമില്ല 2023? സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം, അങ്ങനെയൊക്കെ പോണ്. നമ്മളെ സർക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു 2023? സർക്കാർ വലിയ കുഴപ്പമില്ലാതെ പോണ്. ഇനി മേൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ.
ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ചന്തു, വലിയ അദ്ദേഹത്തിന്റെ ആ ഒരു കുഴപ്പമില്ല സംഭാഷണം എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം സ്ലാങ് അപ്പടി പകർത്തി വെച്ചല്ലേ, എന്തൊരു സന്തോഷം, അങ്ങനെ പോകുന്നു അല്ലേ, അത്തരത്തിലുള്ളൊരു വാക്കുകളാണ്, പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം ചന്തു, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ചന്തു ഉള്ളത്. ഒരു ശുഭദിനത്തെയാണ് നമ്മൾ വരവേൽക്കാൻ പോകുന്നത്. പത്മനാഭനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോ ചന്തു? പത്മനാഭസ്വാമിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല, വലിയ തിരക്കുണ്ട്. അകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല. എന്തായാലും ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം പത്മനാഭസ്വാമിയെ കൂടി ഒന്ന് കണ്ടു തൊഴുത് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ശരി, പറഞ്ഞോളൂ ചന്തു. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ ആഘോഷങ്ങൾ അതിര് വിടാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും പോലീസിന്റെയും ബന്ധപ്പെട്ടവരുടെയും ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ടല്ലേ. പ്രത്യേകിച്ച് ഈ കോവളം ഭാഗങ്ങളിൽ, ഈ വേളി ശംഖുമുഖം ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഉള്ള ആഘോഷങ്ങളുണ്ട്, അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളെങ്കിലും ചില നിയന്ത്രണങ്ങൾ പല മേഖലകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവും. കാരണം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ സജ്ജീകരണങ്ങളാണ് പൊതുവിൽ ഈ രാത്രി ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷ ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചു വരാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി തന്നെ, അതായത് തിരക്ക് വർദ്ധിക്കുന്ന സമയമാകുമ്പോൾ തന്നെ പോലീസിന്റെ ഒരു ഗതാഗത നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തും. പ്രധാനമായും നഗരത്തിൽ വലിയ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് 300ഓളം പോലീസുകാരെ കോവളം മേഖലയിൽ, തീരദേശ മേഖലയിൽ മാത്രം വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷയും ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി പ്രധാനമായും തിരുവനന്തപുരം നഗരം ഒന്നാകെ തന്നെ കോവളം ബീച്ച് മേഖലയിലേക്ക് നീങ്ങും. കാരണം ടൂറിസം ആഘോഷങ്ങൾ, ഈ പുതുവത്സര ആഘോഷമൊക്കെ സ്വാഭാവികമായും പൊതുവിൽ നടക്കാറുള്ളത് ഈ കോവളം കേന്ദ്രീകരിച്ചാണ്. അവിടെ നിരവധി ഹോട്ടലുകളും മറ്റുമൊക്കെ വിദേശ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ആഘോഷ പരിപാടികളും ഒക്കെ നടത്താറുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടൂറിസം വകുപ്പുമായി തന്നെ സഹകരിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾക്കാണ് കോവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി ആരംഭിക്കുന്നത്. വൈകിട്ട് 4 മണിക്കൊരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന വിധത്തിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ ഘോഷയാത്രയാണ് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം തന്നെ ഇന്ന് പെട്രോൾ പമ്പ് ഉടമകൾ ഒരു ചെറിയ പ്രതിഷേധ സൂചകമായി രാത്രി 8 മണി മുതൽ പമ്പ് അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ പുതുവത്സര ആഘോഷം കഴിഞ്ഞു പോകുമ്പോഴും പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഒക്കെ പോകുമ്പോഴും ലഹരിയുടെ ഉപയോഗവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ പമ്പ് ജീവനക്കാർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അതിന് ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനമാണ് പമ്പുടമകൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പമ്പുടമകളുടെ സംഘടന രാത്രി 8 മണിക്ക് ശേഷം ഇത്തരത്തിൽ നാളെ രാവിലെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വൈകിട്ടോടുകൂടി ആൾക്കാർ ഈ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ സാഹചര്യത്തിൽ പമ്പുകളിൽ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മുൻ വർഷങ്ങളിൽ 24 മണിക്കൂറും പമ്പുകൾ പ്രവർത്തിക്കുമായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ പമ്പുകൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് ചെറിയൊരു തിരക്ക് സ്വാഭാവികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഒരുക്കുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുമൊക്കെ പോലീസിന്റെ വലിയ വിന്യാസം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കെ പി ഈ ചന്തു, സാധാരണ നമ്മൾ ഈ 2001 പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മൾ സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഞാൻ ചന്തുവോട് കൂടി ചോദിക്കുകയാണ്. ഈ 2024 2023 കൂടുതൽ നന്നാകണമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഓരോ വർഷം കഴിയും തോറും. അപ്പം പുതിയ പുതിയ ചില തീരുമാനങ്ങൾ, ഞാൻ നന്നാവണം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, കൂടുതൽ മികച്ചതാക്കണം എന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല കെ പി. പക്ഷേ തീരുമാനം എന്തെങ്കിലും ഒരെണ്ണം എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇനി ചില മണിക്കൂറുകൾ ബാക്കിയുണ്ടല്ലേ ആ തീരുമാനം എടുക്കാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു നല്ല തീരുമാനം എടുക്കാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും ഒരു മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എത്രമാത്രം പ്രാവർത്തികമാകുമെന്നറിയില്ല. ഓരോ വർഷവും അത്തരത്തിലൊരു തീരുമാനം മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ ആ തീരുമാനം അവസാന ഘട്ടത്തിൽ നമ്മൾ മാറ്റിവെച്ച് അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നു, തൊട്ടടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നു. അങ്ങനെ തീരുമാനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് സ്വാഭാവികമായ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ആ രീതിയിലായിരിക്കും എൻ്റെയും തീരുമാനം. എന്തായാലും ഒരു കർശന തീരുമാനം വൈകിട്ടോടുകൂടി തന്നെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വൈകിട്ട് അറിയാം. ഏതായാലും ആ വൈകിട്ട് നമുക്കൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താം. ഏതായാലും 2023 പിന്നിട്ട് കഴിഞ്ഞു. 2023
ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു എന്നറിയാം. ഏതായാലും അതിനേക്കാൾ ശുഭകരമായ ശോഭനമായൊരു 2024 ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയാണ്. ചന്തുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഈ ചന്തു പറഞ്ഞതുപോലെ തന്നെ നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. തലസ്ഥാന വാസികളും ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ്. ഏതായാലും നമുക്ക് ആ ഒരു ആഘോഷത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മണിക്കൂറിലേക്ക് എത്താം.